തുമ്പമണ്ണ് പള്ളിയുടെ ഒരു ചാപ്പലായിരുന്നു കീരൂഴി ഭാഗത്തുള്ള വയലും പടിഞ്ഞാറ് സെന്റ് തോമസ് ചാപ്പൽ. അത് ഒരു ചാപ്പലായിട്ട് നിലനിൽക്കുകയായിരുന്നു വർഷങ്ങളായി. പക്ഷെ അവിടെ 4 തവണ കുർബാന നടത്തിയിരുന്നു. ഭദ്രാസനത്തിൽ നിന്ന് ഒരച്ഛനെ അവിടെ ഇടവക വികാരിയായിട്ട് നിയമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത് ഒരു പൂർണ്ണ ഇടവകയായിട്ട് പ്രഖ്യാപിച്ചിരുന്നില്ല. 2012 ആ ഇടവകയിലെ ജനങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന്, ആ ഇടവകയിലെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഏകദേശം 100 വീട്ടുകാരോളം ചേർന്ന് തുമ്പമണ്ണ് പള്ളി പൊതുയോഗത്തിന് ഒരു അപേക്ഷ നൽകി ഞങ്ങളെ ഇടവകയായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ് അവർ അപേക്ഷ നൽകി. എന്നാൽ തുമ്പമണ്ണ് പള്ളിയുടെ ഇടവക പൊതുയോഗം അവരുടെ അംഗസംഖ്യ കുറയുമെന്ന് പറഞ്ഞ് അതിനെ എതിർക്കുകയും അതിനെ തള്ളുകയും ചെയ്തു. അതിന് പ്രകാരം അവർ ഇടവക മെത്രാപ്പോലീത്തായും ബാവാ തിരുമേനിയും ചെന്ന് കണ്ട് അപേക്ഷ സമർപ്പിക്കുകയും ഇടവക മെത്രാപ്പോലീത്ത അതിനെ ഒരു ഇടവകയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു, കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഭദ്രാസനത്തിൽ അതിന് ഇടവക രജിസ്റ്റർ ഉള്ളതാണ്. 72 വീട്ടുകാരടങ്ങിയ ഒരു പള്ളിയാണത്. അത് ഇടവക മെത്രാപ്പോലീത്ത അംഗീകാരം നൽകി. അതിനുശേഷം തുമ്പമണ്ണ് പള്ളി അവർ പൊതുയോഗം കൂടിയും അവരിതിനെ എതിർക്കുകയും ചെയ്തു. ബാവാ തിരുമേനിയോ മറ്റു തിരുമേനിമാരെയോ ഒന്നും ഈ പള്ളിയിൽ പ്രവേശിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് അവർ കുറേ തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു. അതിനുശേഷം 2013 ഈ ചാപ്പൽ പള്ളിയായിട്ട് തുമ്പമണ്ണ് സെന്റ് തോമസ് സുറിയാനി പള്ളിയായിട്ട് പ്രഖ്യാപിക്കും. അതിന്റെ കൂദാശ ബാവ വന്ന് നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം അവിടെ എല്ലാ വിവാഹവും എല്ലാ കൂദാശകളും അവിടെ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷെ ആ പള്ളിക്ക് സ്വന്തമായിട്ടൊരു കല്ലറ ഇതുവരെയും അവർക്കൊരു സ്ഥലമോ കല്ലറയോ ഇല്ല. ഒരു 2 മാസത്തിന് മുമ്പ് അവിടെ ഒരു അമ്മച്ചി മരിക്കുകയും, എന്നാൽ ആ അമ്മച്ചിയെ കല്ലറയില്ലാത്ത കാരണത്താൽ ആ അമ്മച്ചി മരിച്ചപ്പോൾ ഇപ്പോൾ തന്നെ തുമ്പമണ്ണ് പള്ളി അവരുടെ കല്ലറയെല്ലാം ലോക്കിട്ട് വെൽഡ് ചെയ്ത് ലോക്കാക്കുകയും അവർ കല്ലറയുടെ ഗേറ്റ് എല്ലാം ഇട്ട് പൂട്ടുകയും ചെയ്തു. അമ്മച്ചി ഇവിടെ അടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അന്ന് പ്രശ്നമുണ്ടായി. അന്ന് ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം അമ്മച്ചിയെ ഇപ്പം പത്തനംതിട്ട സെന്റ് ബേസിൽ ദേറായിലെ കല്ലറയിലാണ് അടക്കിയിരിക്കുന്നത്. അതിനുശേഷം അടൂർ മുനിസിപ്പൽ കോടതിയിൽ നിന്നും വിധി വന്നു. വിധിയിൽ പറയുന്നത് ഈ ചാപ്പലിലെ ആരെങ്കിലും മരിച്ചാൽ ആ മരിച്ച ആളിന്റെ മൃതദേഹം അവസാന ശുശ്രൂഷ മാതൃ ഇടവകയായ തുമ്പമണ്ണ് പള്ളിയിൽ കൊണ്ടുവന്ന് നടത്തിയും അതിനുശേഷം തുമ്പമണ്ണ് പള്ളിയിലെ കല്ലറയിൽ അടക്കുകയും ചെയ്യാമെന്ന് അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചു. അതിനുശേഷം ഇപ്പോൾ ആ ഇടവകയുടെ ട്രസ്റ്റി ആയിരിക്കുന്ന ഷിബു മണ്ണിൽ എന്ന് പറഞ്ഞ വ്യക്തി കഴിഞ്ഞ ഒരാഴ്ച ന്യൂമോണിയ ബാധിച്ച് പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഇടവക വികാരിയും നമ്മുടെ ടൈറ്റസ് അച്ഛനും എല്ലാം കൂടെ പത്തനംതിട്ട കളക്ടറെ സമീപിക്കുകയും കോടതി വിധി നടപ്പാക്കി തരണമെന്ന് അവർ പറയുകയും ചെയ്തു. അതുപ്രകാരം കളക്ടർ വിളിച്ച യോഗത്തിൽ അച്ഛന്മാർ ചെന്നിരുന്നു, തുമ്പമണ്ണ് പള്ളിയിൽ നിന്ന് ആൾക്കാർ ചെന്നിരുന്നു. അതുപ്രകാരം അവരവിടെ വെച്ച് ഒരു ഉടമ്പടി എഴുതി കോടതി വിധി നടപ്പിലാക്കണം എന്ന് തന്നെ, അതായത് തുമ്പമണ്ണ് പള്ളിയിൽ കൊണ്ടുവന്ന് തുമ്പമണ്ണ് പള്ളി വെച്ച് ശുശ്രൂഷ നടത്തി ആ കല്ലറയിൽ അടക്കം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബാവായിക്ക് ഏറ്റവും അടുത്തൊരു വ്യക്തിയായിരുന്നു ഈ മരിച്ച ആൾ. ഈ ഇടവയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ അനേകം തവണ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്ന വ്യക്തിയാണ്. ഈ തിങ്കളാഴ്ച പുള്ളിയുടെ അടക്കത്തിന് ബാവ വന്നു. അതുപോലെ തന്നെ തുമ്പമണ്ണ്, കൊച്ചി, സുൽത്താൻ ബത്തേരി, ഇടുക്കി അവിടുത്തെ മെത്രാപ്പോലീത്തമാരെല്ലാവരും വന്നു. ആ പള്ളിയിൽ വെച്ച് അവസാന ശുശ്രൂഷ വെച്ച് ബാക്കി എല്ലാ ശുശ്രൂഷയും വയലും പടിഞ്ഞാറ് പള്ളിയിൽ വെച്ച് നടത്തി മൃതദേഹം തുമ്പമണ്ണ് പള്ളിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആദ്യം അവർ തുമ്പമണ്ണ് പള്ളിയുടെ ഗേറ്റല്ല ചങ്ങലയിട്ട് ക്രോസ് ചെയ്തിട്ടേക്കായിരുന്നു. പിന്നെ അവർ തുറന്നു. പക്ഷേ ബാവ വരുന്ന കാര്യം അവർ തുമ്പമണ്ണ് പള്ളിയിലെ അച്ഛനെ അറിയിച്ചിരുന്നില്ല. നേരത്തെ ബാവയുടെ അവിടുന്ന് അറിയിച്ചിരുന്നില്ല. ബാവ എല്ലാം പള്ളിയിൽ പ്രവേശിച്ച് ഈ ശുശ്രൂഷ എല്ലാ ബാവായും എല്ലാവരും വന്ന് പ്രവേശിച്ചു. പക്ഷേ തുമ്പമണ്ണ് പള്ളിയുടെ വികാരി ദേവത്വമണ്ണിൽ അച്ഛൻ വന്നില്ല. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ സെക്രട്ടറി വന്ന് വിളിച്ചു പറഞ്ഞു, ഈ അമ്മായിക്ക് കൂടെ വിളിച്ചു പറഞ്ഞു, ഈ ശുശ്രൂഷ നടത്തുന്നതിനായി തുമ്പമണ്ണ് പള്ളിയുടെ വികാരിയെ ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് പറഞ്ഞു. അപ്പം ദേവത്വമണ്ണിൽ അച്ഛൻ അന്നേരമാണ് പള്ളിക്കകത്തേക്ക് വന്ന് പറഞ്ഞു, കോടതി വിധി പ്രമാണിച്ചുകൊണ്ട് ഞാനിത് നടത്തുന്നു എന്ന് പറഞ്ഞ് പുള്ളി ശുഭോലാഭോലബുറു പറഞ്ഞ് അങ്ങ് തുടങ്ങിയായിരുന്നു. അത് തുടങ്ങിയപ്പോൾ ബാവായും അത്രയും തിരുമേനിമാരും അവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ശുശ്രൂഷ പുള്ളി തുടങ്ങി. ബാവ നിന്നപ്പം അത് തുടങ്ങാതെ പുള്ളി തന്നെ തുടങ്ങിയതിനാണ് അന്നേരം അവിടെ നിന്ന് അച്ഛന്മാരും കുറച്ച് ആൾക്കാരും ശബ്ദമുയർത്തിയത്. അപ്പം ബാവ അവരോട് മിണ്ടായിരിക്കാൻ
പറയുകയും പിന്നെ ആരും അതിൻ്റെ അതിൽ ശബ്ദം ഉണ്ടാക്കുകയൊന്നും ചെയ്തില്ല. ആ ശുശ്രൂഷകൾ മൊത്തം തുമ്പോൺ പള്ളിയുടെ വികാരി നടത്തുകയും അതിനുശേഷം അദ്ദേഹത്തെ ആ കല്ലറയിൽ കൊണ്ട് അടക്കം ചെയ്യുകയും ചെയ്തു. എന്നാൽ അതിനുശേഷമാണ് ഈ അച്ഛന്മാർ പ്രശ്നമുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞുള്ള ആവശ്യമില്ലാത്ത കുറേ കമൻറ്റുകളുമൊക്കെയാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നടന്ന ഇതാണ്. ബാവ അവിടെ നിന്നപ്പോൾ ഈ അച്ഛൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛന്മാരും കുറച്ച് ആൾക്കാരും പ്രതികരിച്ചു. അതാണ് ഇപ്പം ഈ വിഷയമായിട്ട് എല്ലാവരും ആ ക്ലിപ്പ് മാത്രം എടുത്ത് കാണിച്ചു. പക്ഷെ ആർക്കും എന്തോ കാര്യമൊന്നും അറിയത്തില്ല. എല്ലാവരും അങ്ങ് പ്രതികരണത്തോടെ. നീ അഹങ്കരിച്ച കൽപ്പനകൾ വെച്ച് ഏതെങ്കിലും ചെറുതായിട്ടുള്ളത് പോലും വ്യത്യാസപ്പെടുത്തിയാൽ നിന്നെ ഫലമേൽപ്പിച്ചിട്ടിൽ നിന്ന് നീ ദൂരസ്ഥനും തള്ളപ്പെട്ടവനും നീ പ്രാപിച്ചുള്ള സകലത്തിൽ നീ അന്യനും ആയിത്തീരും. നമ്മുടെ സഭയുടെ പ്രധാന മേലധ്യക്ഷനായ പരിശുദ്ധ കാതോലിക്ക ബാവായിക്കോ സത്യവിശ്വാസികളായ സഹോദര മേൽപ്പെട്ടക്കാരിൽ ഒരുവനെതിരായോ എന്റെ ബലഹീനതയ്ക്കെതിരായോ അഹങ്കാരത്തോടു കൂടി നീ നിൽക്കുന്നുവെങ്കിൽ നീ ശാപഗ്രസ്തനും ദൈവത്തിന്റെ പരിശുദ്ധ സഭയിൽ നിന്നും അകലപ്പെട്ടവനും തള്ളപ്പെട്ടവനും വേർതിരിക്കപ്പെട്ടവനുമായി തീരും. നിന്നെ ഫലമേൽപ്പിച്ചിട്ടുള്ള രഹസ്യങ്ങളിൽ നിന്ന് നീ വ്യർത്ഥനായി തീരുകയും ചെയ്യും. നീ നിന്റെ അഹങ്കാരത്തിനും എതിർപ്പിൽ നിന്നെ സഹായിക്കുന്ന എല്ലാവരും തന്നെ. നീ അഹങ്കരിച്ച കൽപ്പനകൾ വെച്ച് ഏതെങ്കിലും ചെറുതായിട്ടുള്ളത് പോലും വ്യത്യാസപ്പെടുത്തിയാൽ നിന്നെ ഫലമേൽപ്പിച്ചിട്ടിൽ നിന്ന് നീ ദൂരസ്ഥനും തള്ളപ്പെട്ടവനും നീ പ്രാപിച്ചുള്ള സകലത്തിൽ നീ അന്യനും ആയിത്തീരും. നമ്മുടെ സഭയുടെ പ്രധാന മേലധ്യക്ഷനായ പരിശുദ്ധ കാതോലിക്ക ബാവായിക്കോ സത്യവിശ്വാസികളായ സഹോദര മേൽപ്പെട്ടക്കാരിൽ ഒരുവനെതിരായോ എന്റെ ബലഹീനതയ്ക്കെതിരായോ അഹങ്കാരത്തോടു കൂടി നീ നിൽക്കുന്നുവെങ്കിൽ നീ ശാപഗ്രസ്തനും ദൈവത്തിന്റെ പരിശുദ്ധ സഭയിൽ നിന്നും അകലപ്പെട്ടവനും തള്ളപ്പെട്ടവനും വേർതിരിക്കപ്പെട്ടവനുമായി തീരും. നിന്നെ ഫലമേൽപ്പിച്ചിട്ടുള്ള രഹസ്യങ്ങളിൽ നിന്ന് നീ വ്യർത്ഥനായി തീരുകയും ചെയ്യും. നീ നിന്റെ അഹങ്കാരത്തിനും എതിർപ്പിൽ നിന്നെ സഹായിക്കുന്ന എല്ലാവരും തന്നെ.